ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഹാബിറ്റാണ് ടങ് ത്രസ്റ്റിംഗ്. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉമിനീരിറക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മളെ നാവ് കൊണ്ട് നമ്മളെ പല്ലുകളെ തള്ളുന്ന ഒരു ഹാബിറ്റാണ് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചില ആൾക്കാർക്ക് ഉണ്ട്, അവരത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിരൽ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചുണ്ട് കടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ്. അപ്പോൾ നമുക്ക് എപ്പോൾ നമ്മൾ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഒരാൾക്ക് ഒരു പല്ലിൽ പൊന്തൽ വരുമ്പോഴും അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പം അല്ലെങ്കിൽ പല്ലുകൾ മുത്തുവെച്ച് കമ്പിട്ടതിന് ശേഷം അവർക്ക് വീണ്ടും പല്ലുകൾ അകന്ന് വരിക അല്ലെങ്കിൽ പല്ലുകൾ പുറത്തോട്ട് തള്ളി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് അവർ പലപ്പോഴും ആ ഒരു ഹാബിറ്റ് ഉള്ളതായിട്ട് മനസ്സിലാക്കുകയും പിന്നീട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു ഹാബിറ്റാണ്. പക്ഷെ അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നമ്മൾ പല്ലുകളെ കറക്റ്റ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിലും വീണ്ടും പല്ലുകൾ അതേപോലെ പുറത്തോട്ടേക്ക് തള്ളി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്താണെന്നും ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ട് തള്ളുന്ന ഒരു ഹാബിറ്റ്. അതായത് പല്ലുകളെ നമ്മൾ നാവ് കൊണ്ട് തള്ളുക. ശരിക്കും നമ്മുടെ നാവ് എപ്പോഴും അണ്ണാക്കിൽ, അതായത് നമ്മുടെ പാലറ്റ് എന്ന് പറയും, അണ്ണാക്കിലാണ് എപ്പോഴും റെസ്റ്റ് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും പല അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നമ്മളെ നാവ് എപ്പോഴും അണ്ണാക്കിലാണ് വരേണ്ടത്. പക്ഷെ ചില ആൾക്കാർക്ക് അവരറിയാതെ അവരുടെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഉമിനീരിറക്കുമ്പോഴും അവരുടെ മുൻവശത്തെ പല്ലുകളിലോട്ടാണ് ഫോഴ്സ് കൊടുക്കാറ്. ചിലപ്പോൾ അത് രാത്രി കിടക്കുമ്പോഴായിരിക്കാം നാവ് റെസ്റ്റ് ചെയ്യുന്നത് പല്ലിൻ്റെ മുകളിലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഉമിനീരിറക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ നാവ് എപ്പോഴും മുൻവശത്തെ പല്ലിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പല്ലുകളും അതിനോട് അടുത്തുള്ള മോണകളും പുറത്തോട്ട് തള്ളി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളിൽ തന്നെ നമുക്ക് പാരൻസിന് തന്നെ ജസ്റ്റ് നോക്കാവുന്നതാണ്. അതായത് കുട്ടികൾ ഉമിനീര് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് ഒന്ന് പല്ല് കടിച്ചു പിടിച്ച് ഉമിനീര് ഇറക്കാൻ പറയുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോഴും അവരുടെ നാവ് നമുക്ക് പുറത്തോട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നാവ് വന്നിട്ട് പല്ലിലോട്ടാണ് ടച്ച് ആവുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുകയും അതിൻ്റെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫർമേഷൻ നമ്മൾ എടുക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീർച്ചയായും എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പം ഒരു ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് നമുക്ക് ഉള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ടങ് ത്രസ്റ്റിംഗ് ഉണ്ട്. ചിലർക്ക് മുന്നത്തെ പല്ലായിരിക്കും തള്ളുക, ചിലർക്ക് ലാറ്ററൽ ടങ് ത്രസ്റ്റിംഗ്, അതായത് രണ്ട് സൈഡിലോട്ടായിരിക്കും നാവുകൊണ്ട് തള്ളുന്ന ഹാബിറ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ഏരിയയിൽ ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാം. അതായത് പല്ല് കടിച്ചു പിടിക്കുമ്പം ഇപ്പോൾ നോർമലി നമ്മളെ പല്ലുകൾ ഇങ്ങനെ വരേണ്ടത് ചില ആൾക്കാർക്ക് ടങ് ത്രസ്റ്റിംഗ് ഉള്ളവർക്ക് ഓപ്പൺ ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അവരുടെ നാവ് കൊണ്ട് അവർ പല്ല് തള്ളുന്നത് കാരണം അവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പല അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. പിന്നെ നമുക്ക് ഫേസിൽ ഭയങ്കര അധികം മാറ്റങ്ങൾ അവർക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് നമുക്ക് ചെറുപ്പത്തിൽ അധികം ഭയങ്കര പല്ലുകൾക്ക് വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മോണയിലേക്ക് പൊന്തലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവബിൾ ആയിട്ടുള്ള ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ബ്രേക്കേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വയ്ക്കാം, അല്ല ഫുൾ ടൈം നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റുകൾ അപ്ലയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം സിവിയർ കണ്ടീഷനിലോട്ട് വന്നു, അല്ല നമ്മളെ പല്ലുകളൊക്കെ നന്നായിട്ട് പുറത്തോട്ട് തള്ളി വന്നു, പല്ലുകളുടെ ഇടയിൽ സ്പേസ് വന്നു, മോണകൾക്ക് പൊന്തലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പല്ലിൽ മുത്തുവെച്ച് കമ്പിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഹാബിറ്റ് ബ്രേക്കർ, അതായത് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു അപ്ലയൻസ് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെ പല്ലുകളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ പല്ലുകളുടെ സ്പേസുകളും അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളും പല്ലുകളുടെ പൊന്തലും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ഈ ഒരു ഹാബിറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ, ഈ ഒരു ശീലം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ പല്ല് അതേപോലെ പുറത്തോട്ടേക്ക് വിത്തിൻ ഒരു 6 months ഉള്ളിൽ പല്ല് അങ്ങനെ പോകും. അതായത് ഇത് ഒരുപാട് കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. അതായത് ഞാൻ കുറേ കാലം ഒരു 1 year കമ്പി ഇട്ട് കഴിഞ്ഞ് കമ്പി ഊരി കഴിഞ്ഞപ്പോൾ ഒരു 6 മാസമായപ്പോൾ വീണ്ടും പല്ല് അതേപോലെ പുറകോട്ട് പോയി, അതുപോലെ മുന്നോട്ടേക്ക് വന്നു. അതായത്
പല്ല് പുറത്തോട്ടേക്ക് തെറിച്ചു വന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ്സ് പറയുന്നത്. അതൊരിക്കലും അത് മുത്തുവെച്ച് കമ്പിയിട്ടതിൻ്റെ ഒന്നും ആഫ്റ്റർ എഫക്റ്റ് അല്ല, നമ്മളത് ആ ഒരു ശീലം നമ്മൾ മാറ്റിയെടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എത്ര നമ്മൾ ഈ ഒരു ശീലമുള്ള ഒരു വ്യക്തി മുത്തുവെച്ച് കമ്പിയിട്ടാലും അല്ല ഒറ്റക്കമ്പി ഇട്ട് നമ്മൾ കറക്റ്റ് ചെയ്താലും ഈ ഒരു ഹാബിറ്റ് നമ്മൾ മാറ്റിയെടുക്കാതെ നമ്മൾ എത്ര നമ്മൾ പല്ലുകളെ കറക്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ ഇനീഷ്യൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുകയും ചെയ്താൽ നമുക്ക് വളരെയധികം നല്ല റിസൾട്ട് ഉണ്ടാവും. നമുക്ക് പിന്നീട് മോണ പൊന്തി വരുന്നതും അതുപോലെ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതും പിന്നെ മോണരോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. ഭക്ഷണങ്ങളും ഒക്കെ പല്ലുകളുടെ ഇടയിൽ കുടുങ്ങി നിൽക്കാനും മോണരോഗങ്ങൾ കൂടുതലാവാനും പിന്നീട് പല്ലുകൾക്ക് കുറേ കാലം കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഇളക്കം വരാനുള്ളൊക്കെ ചാൻസ് ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. കാരണം അവർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പല്ലിലോട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ പല്ലിലേക്ക് കൂടുതലായി എപ്പോഴും ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഇളക്കം വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഹാബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മൾ ഉമിനീര് ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എവിടെയാണ് നമ്മൾ നോർമലി നമ്മളെ നാവ് വയ്ക്കുന്നത്. അത് അണ്ണാക്കിലാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആണ്, അല്ല നമ്മൾ പല്ലിലോട്ടാണ് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഉമിനീര് ഇറക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കേണ്ടത് വളരെ വളരെയധികം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പല്ലുകൾ പുറത്തോട്ട് തള്ളിയതായിട്ടും അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ നമുക്ക് ഗ്യാപ്പ് ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചിലപ്പം മുകളിലെ പല്ല് മാത്രമാണെന്നില്ല, ചില ആൾക്കാർക്ക് താഴത്തെ പല്ലിലായിരിക്കും കൂടുതലായിട്ട് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടായിരിക്കും. അപ്പം അത് ഏത് സൈഡിലാണ്, അത് മുകൾ വശത്താണോ താഴ്വശത്തെ പല്ലുകൾക്കാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ bye.